ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സമരസായി ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് മറൈൻ ഡ്രൈവ് കയറാൻ പോവുകയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടല്ല, എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സുണ്ട്. പണ്ടത്തെ അമ്മയുടെ ഒരു 3-4 ഫ്രണ്ട്സുണ്ട്. അവരായിട്ടാണ് ഞങ്ങളിന്ന് മറൈൻ ഡ്രൈവ് പോകുന്നത്. അച്ഛനോടേക്ക് പോയി ഞാനും സായ അമ്മയും കൂടിയാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ വഴിയായിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോ പിടിക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടി. കുറേ നോക്കി 2-3 ഓട്ടോയൊക്കെ കൈ കാണിച്ചിട്ടും നിർത്തിയില്ല. പിന്നെ ഞങ്ങൾ യൂബർ നോക്കിയപ്പോൾ യൂബറിന് 200 രൂപ കൊടുക്കുക. അവിടെ വരെ പോയി ബസ്സിനാണെങ്കിൽ 40 രൂപ കൊടുത്ത് പോയാൽ പോലെ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഓട്ടോ കിട്ടി. ഞങ്ങളെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ ഇറക്കി. പിന്നെ ഞങ്ങൾ ബസ് കിട്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ ഒക്കെ വേറെ ഒരു ആൻറ്റി ഉണ്ട്. അങ്ങനെ ആരുമല്ല, എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ്. വേറെ മറ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളിനി മറൈൻ ഡ്രൈവ് വെച്ചേ കാണത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവസാനം ബോട്ട് ജെട്ടിയിലെത്തി. അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ എല്ലാവരും കൂടെ നിരന്നിരിക്കുന്നത്. ആദ്യം ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ചിരിച്ചും കളിച്ച് പണ്ടത്തെയും ഇപ്പോഴത്തെയൊക്കെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഒരു മോളാണ്. അപ്പോൾ എനിക്കും സായിനും കൂട്ടായിട്ട് ആളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ബോറടിച്ചിരിക്കേണ്ടി വരുമെന്ന്. പിന്നെ അവരെല്ലാണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി അമ്മയുടെ ഫ്രണ്ട്സ്. പിന്നെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഞാനവിടെ വ്യൂ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാങ്ങ കണ്ടത്. പിന്നെ എല്ലാവർക്കും മാങ്ങയും വാട്ടർ മെലനൊക്കെ വാങ്ങിച്ച് അതൊക്കെ തിന്നുകൊണ്ടാണ് നമ്മുടെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോയത്. അവിടെ ഒരു പൂ കണ്ടപ്പോൾ ഞാൻ ആ പൂവിനെ വെറുതെ വിട്ടില്ല. ഞാൻ അതിനൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ ഒരു പാലം പോലെ എന്തൊരു സംഭവത്തിൽ ഞങ്ങൾ കയറി. ഇതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ഞാൻ അവസാനം കാണിച്ചു തരാം. ഞാൻ വ്യൂ കണ്ടപ്പോഴൊന്നും വെറുതെ വിട്ടില്ല. എല്ലാ വ്യൂവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. പിന്നെ നമുക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വേണമെന്നേ. പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ഫ്ലവർ ഷോൻ്റെ ഫ്രണ്ടിലെത്തി. ഫ്രണ്ടിൽ തന്നെ ഒരു ബട്ടർഫ്ലൈനെ അവർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നും അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ വേറൊരു ലോകത്തായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം വെറൈറ്റി ഫ്ലവേഴ്സാന്ന് പറയാം. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ സെറ്റ് വൈബാട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായിരിക്കുമെന്ന്. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തു. നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ തൊട്ടപ്പം തന്നെ മീൻ ഫീഡ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ മീനെ തൊടാൻ പോലും പേടിയാണ്. അതുകൊണ്ട് വെറുതെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ വെള്ളത്തിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ഞാൻ കാണിച്ചത് സത്യമുണ്ടാകാൻ. ഞാൻ മീനേയും തൊട്ടില്ല. എനിക്ക് നല്ല പേടിയാണ് തൊടാൻ. പക്ഷെ മറ്റേ ആൻറ്റിമാരൊക്കെ തൊട്ടുകൂട്ടാ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കടിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ വിക്കിൾ കയറുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടില്ല. ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫോട്ടോസൊക്കെ എടുത്തതാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ഇതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല. ഒരു പാലം പോലെ പണിതിട്ട് അതിൻ്റെ പൊക്കത്തിൽ കൂടെ വെള്ളം പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. നമ്മുടെ മേത്തൊക്കെ വെള്ളം വീഴും ചെറുതായിട്ട്. അപ്പം ഞാൻ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു കേട്ടോ. പിന്നെ ഒരു പുക പോകുന്ന സംഭവം ഉണ്ടല്ലോ. ഞാൻ കൈയിട്ട് നോക്കി ഷോക്ക് അടിക്കുന്നത് പേടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കൈയിട്ട് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുറച്ച് ഊഞ്ഞാലൊക്കെ അവർ പണം സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാലിലൊക്കെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ അവിടെ കയറിയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അവിടെ കയറി ഫുഡൊക്കെ തട്ടി നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു റൂമിൽ ഞങ്ങൾ എന്തായാലും താഴെ ഇരുന്നാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ എല്ലാവരും ഭർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അയാൾ ഫുഡ് കൊണ്ടുവന്നു കഴിക്കാൻ പോകുന്നു. പക്ഷേ ചിക്കൻ അടിപൊളിയായിരുന്നു. പക്ഷേ ചോറ് അത്ര പോകായിരുന്നു. അത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് വലിയ ചോറായിരുന്നു.
നല്ല മൂടൊക്കെ പോയി. പക്ഷെ ചിക്കൻ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല വലിയ ഹോട്ടലായിരുന്നു. അപ്പോഴും ചോറത്ര പോരാ. പിന്നെ ഞങ്ങൾ സുഭാഷ് പാർക്കിലാണ് പോകുന്നത്. സായിന് ഒരേ വാശി സുഭാഷ് പാർക്കിൽ പോകണമെന്ന്. നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസാണിത്. എല്ലാ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെയും പിന്നെ ഞങ്ങൾ പിള്ളേർസൊക്കെ എടുത്തതും എൻ്റെ സായിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ കേട്ടോ. പിന്നെ ആ റീലെടുത്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയായിരുന്നു. ഞാൻ കുളിച്ചിട്ട് ഫ്രഷായി. നല്ല കുറേ നടന്നല്ലോ, അതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ കിടന്നുറങ്ങാനും പറ്റില്ല. ഇപ്പോൾ കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉറങ്ങുന്നത് എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയുള്ള ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.